നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം വേണമെങ്കിൽ എന്നോടൊപ്പം ഒരു 6 മിനിറ്റ് ചിലവഴിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക. നമ്മൾ സാധാരണയായി ചെയ്യുന്ന വ്യായാമങ്ങൾക്കൊപ്പം ഈ ഒരു 6 മിനിറ്റ് നേരത്തെ ഈ ഞാനിവിടെ കാണിച്ചു തരുന്ന പ്രക്രിയ കൂടി ചെയ്താൽ നിങ്ങൾക്ക് 100% ആരോഗ്യം നേടിയെടുക്കാം. ഇത് വെറുതെ ഒരു പരസ്യവാചകത്തിന് വേണ്ടി പറയുന്നതല്ല, യൂട്യൂബ് കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. 6 മിനിറ്റ് 3 തരം പ്രാണായാമം, അത് 3ഉം ഈ 2 മിനിറ്റ് വീതം, ഇത്ര ചെയ്യുന്നുള്ളൂ. 3 തരത്തിലുള്ള പ്രാണായാമം എന്ന് പറഞ്ഞാൽ അറിയാം, ഡീപ്പ് ബ്രീത്തിങ് ആണ്. അത് 3 രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഏറ്റവും ലളിതമായ രീതിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം. മറ്റു വ്യായാമങ്ങളൊക്കെ ചെയ്തതിന് മുമ്പായിട്ട്, ഇപ്പോൾ യോഗ ആസനങ്ങളായാലും സൂര്യ നമസ്കാരമായാലും അല്ലെങ്കിൽ ജോഗിങ് ആയാലും എന്തായാലും ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം, രാവിലത്തെ ഫസ്റ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതേപോലെ കസേരയിലിരിക്കുക, എന്നിട്ട് ചെയ്യുക. ഏത് പ്രായക്കാർക്കും, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ദയവ് ചെയ്ത് ഇതൊരു 6 മിനിറ്റ് നേരം ക്ഷമയോടെ ശാന്തതയോടെ ചെയ്ത് ശീലിക്കുക. വളരെ വളരെ ഗുണമുണ്ടാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ കസേരയിലിരിക്കുക, ചാരിയിരിക്കണമെങ്കിൽ കസേരയിൽ ചാരിയിരിക്കുക, നന്നായിട്ട് ചാരിയിരിക്കുക, നട്ടലൊന്ന് നിവർന്നിരിക്കണം, മുഖവും നെറ്റിയുമൊക്കെ പ്ലസൻ്റാക്കി ഇടുക. എന്നിട്ട് കണ്ണൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് കൈകളൊന്ന് തൊഴുത് പിടിക്കുക. കൈകൾ തൊഴുത് പിടിച്ചിട്ട് ഞാനിത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിൽ പറയുക. എൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ആ ഒരു ദൃഢപ്രതിജ്ഞ പോലെ അങ്ങനെ എടുത്തിട്ട് പതുക്കെ കൈ താഴ്ത്തി വയ്ക്കുക. ഇനി കണ്ണ് തുറന്നിട്ട് ഒന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു തരുന്ന രീതി നോക്കുക. ആദ്യത്തെ ഒരു തരം പ്രാണായാമം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് 5 സെക്കൻഡ് കൊണ്ട് ഞാൻ ശ്വാസം എടുക്കും ഉള്ളിലേക്ക്. ഇങ്ങനെ 1 2 3 4 5. 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്ത് വിടുക. മനസ്സിലായില്ലേ? 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക, പിടിച്ചു വയ്ക്കാതെ 5 സെക്കൻഡ് കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് കളയുക. എളുപ്പമല്ലേ? ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. കസേരയിൽ ചാരിയിരുന്നാണ് ചെയ്യുന്നത്, അതുകൊണ്ട് യാതൊരു സ്ട്രെയിനും ഇല്ല. അത്തരം 2 മിനിറ്റ്. അടുത്തത് ഇതേപോലെ തന്നെ ശ്വാസം 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക, 5 സെക്കൻഡ് പിടിച്ചു വയ്ക്കുക, 5 സെക്കൻഡ് കൊണ്ട് പുറത്തു വിടുക. അതും ഈസിയാണല്ലോ. ആ ഒരു പിടിച്ചു നിർത്തുന്ന ശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക, 5 സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുക, 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം മുഴുവൻ പുറത്ത് കളയുക. ഈസി. അപ്പോൾ രണ്ടാമത്തെ ആയി. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക, 5 സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുക, 10 സെക്കൻഡ് കൊണ്ട് പുറത്തു വിടാൻ പറ്റുമോ നോക്കുക. മനസ്സിലായല്ലോ? വ്യത്യാസം മനസ്സിലായോ? 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്തു, 5 സെക്കൻഡ് പിടിച്ചു നിർത്തി, 10 സെക്കൻഡ് കൊണ്ട് പുറത്തു വിടുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ 3 രീതിയിലുള്ള പ്രാണായാമമാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണ്, ഇപ്പോൾ തന്നെ റെഡിയാണ്. ഇനി നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഒന്നും മാറ്റുന്നില്ല. എല്ലാവരും ഇതുപോലെ ഒരു കസേര എടുക്കുക. കസേര എടുത്തിട്ട് ഞാനിവിടെ തുടങ്ങുമ്പോൾ എന്നോടൊപ്പം തുടങ്ങുക. ഓക്കെ, റെഡി? കൈകളൊക്കെ സാധാരണ രീതിയിൽ തന്നെ മലർത്തിയോ മടക്കിയോ അല്ലെങ്കിൽ ഈ ചിന്മുദ്രയിലോ ഒക്കെ വയ്ക്കാം. കംഫർട്ടബിളായിട്ട് മടിയിൽ വയ്ക്കുക, നട്ടല് നിവർത്തി വയ്ക്കുക. ഷോൾഡർ അയച്ചിടണം. ഷോൾഡർ 2 അയച്ചിട്ട് തലയുടെ ഇരുവശങ്ങളും അയച്ചിട്ട് നല്ലൊരു ചിരിയോടുകൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൗണ്ട് ചെയ്യുകയാണ്. അതനുസരിച്ച് എല്ലാവരും ശ്വാസം എടുത്ത് തുടങ്ങുക. ആദ്യത്തെ റൗണ്ട് തുടങ്ങാം. റെഡിയല്ലേ എല്ലാവരും? യെസ്, കം ഓൺ. 1 2 3 4 5. പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഓക്കെ, ഇതുപോലെ 2 മിനിറ്റ് നേരമാണ് ചെയ്യേണ്ടത്. നമുക്ക് സമയം നോക്കിക്കൊണ്ട് ചെയ്യാം. റെഡിയല്ലേ? ഇപ്പോൾ യെസ്, കം ഓൺ, സ്റ്റാർട്ട് നൗ. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. 1 2 3 4 5. പുറത്തേക്ക് വിടുക. 1 2 3 4 5. വീണ്ടും ഉള്ളിലേക്ക്. 1 2 3 4 5. പുറത്തേക്ക് വിടുക. വളരെ ശാന്തമായിട്ട് കണ്ണടച്ചു വെച്ചുകൊണ്ട് ചെയ്യണം. പുറത്തേക്ക് വിടുക. 1 2 3 4 5. വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4 5. പുറത്തേക്ക് വിടുക. 1 2 3 4
5. ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4 5. പുറത്തേക്ക് വിടാം. 1 2 3 4 5. ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4 5. പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഉള്ളിലേക്ക്. 1 2 3 4 5. പുറത്തേക്ക്. 1 2 3 4 5. ഉള്ളിലേക്ക്. 1 2 3 4 5. പുറത്തേക്ക്. 1 2 3 4 5. ഇൻഹേൽ. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. ഇൻഹേൽ. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. ഇൻഹേൽ. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. നമ്മളറിയാതെ 2 മിനിറ്റ് പാസ് ചെയ്ത് പോയിരിക്കുകയാണ്. ആ 2 മിനിറ്റ് നേരം ഇത് ചെയ്തു. ഒന്ന് സാധാരണ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. സാധാരണ നമ്മുടെ നോർമൽ ബ്രത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. വേറെ ഒന്നും ആലോചിക്കേണ്ട. വളരെ കൂളായിട്ടിരിക്കുക. കണ്ണടച്ച് തന്നെ വയ്ക്കണം. ഓക്കെ. സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ തരത്തിലുള്ള പ്രാണായാമം. അതായത് 5 സെക്കൻഡിനോട് ശ്വാസം എടുക്കുന്നു, 5 സെക്കൻഡ് പിടിച്ചു വയ്ക്കുന്നു, 5 സെക്കൻഡിനോട് പുറത്തു വിടുന്നു. മനസ്സിലായില്ലേ? ക്ലിയർ ആയല്ലോ? തുടങ്ങാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നട്ടലൊക്കെ ഒന്ന് അയച്ചിടുക. മുഖവും നെറ്റിയും പുരികങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് വയ്ക്കുക. ഷോൾഡറൊക്കെ അയച്ചിടുക. നല്ല കൂളായിട്ടിരുന്നിട്ട് ഇതെന്തോ ഒരു വലിയ ജോലിയായിട്ട് കരുതരുത്. ആസ്വദിച്ചെടുക്കുക. നല്ല പോസിറ്റീവ് എനർജി അങ്ങനെ നിറഞ്ഞു വരുന്നത് കാണണം. മനസ്സിലായില്ല? അത് ഫീൽ ചെയ്യണം. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ തരം പ്രാണായാമത്തിലേക്ക് പോകുന്നു. സെക്കൻഡ് ടൈപ്പ്. ഓക്കെ, തുടങ്ങാം. കമോൺ, റെഡിയല്ലേ? യെസ്, കമോൺ. ഇൻഹേൽ. 1 2 3 4 5. പിടിച്ചു നിർത്തുക. 1 2 3 4 5. പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഉള്ളിലേക്ക്. 1 2 3 4 5. ഹോൾഡ്. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. ഇൻഹേൽ. 1 2 3 4 5. ഹോൾഡ്. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. ഇൻഹേൽ. 1 2 3 4 5. ഹോൾഡ്. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. ഇൻഹേൽ. 1 2 3 4 5. ഹോൾഡ്. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. ഇൻഹേൽ. 1 2 3 4 5. ഹോൾഡ്. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. ഇൻഹേൽ. 1 2 3 4 5. ഹോൾഡ്. 1 2 3 4 5. എക്സേൽ. 1 2 3 4 5. ഓക്കെ, അവിടെയും 2 മിനിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ 2 ടൈപ്പിലുള്ളത് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോകുന്നതിന് ഒന്ന് റിലാക്സ് ചെയ്യുക. ശ്വാസം എടുക്കുക, വിടുക. സാധാരണ ശ്വാസഗതി ശ്രദ്ധിച്ചുകൊണ്ട് വയറിൻ്റെ ചലനത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സാധാരണ ശ്വാസഗതി നമുക്ക് അനുഭവപ്പെടും. ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു വരുന്ന വയറ്, ശ്വാസം വിടുമ്പോൾ താഴ്ന്നു വരുന്ന വയറ്. ഇപ്പോൾ തന്നെ നമ്മുടെ ശരീരം ഒന്ന് എനർജൈസ്ഡ് ആയ പോലെ തോന്നും. ഇത് പ്യുവർ സയൻസാണ്. ഇതിനകത്ത് വേറെ അത്ഭുതങ്ങളൊന്നുമില്ല. വെറും ശാസ്ത്രമാണ്, സയൻസാണ്. അതായത് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതി എന്ന ഇന്ധനം വേണം അവിടെ. അതേപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഒരു ഇന്ധനം ആവശ്യമാണ്.
ആ ഇന്ധനമാണ് നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ ആ പ്രാണവായു. അത് സിമ്പിളായിട്ട് ആർക്കും ഊഹിക്കാവുന്ന ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 റൗണ്ട് 2 തരത്തിലുള്ള പ്രാണായാമം നമ്മൾ കഴിഞ്ഞു. അടുത്തത് 3ാമത്തെ തരത്തിലുള്ള പ്രാണായാമത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതെങ്ങനെയായിരുന്നു ഓർക്കണ്ടല്ലോ. 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക, 5 സെക്കൻഡ് പിടിച്ചു നിർത്തുക, 10 സെക്കൻഡ് കൊണ്ട് പുറത്തു വിടുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ 1 മിനിറ്റ് ഇവിടെ കാണിച്ചു തരാം, അടുത്ത 1 മിനിറ്റ് നിങ്ങൾ തന്നെ ചെയ്തോളാം. റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. യെസ്, അത് ആരംഭിക്കാം. യെസ്, തുടങ്ങാം. ഇൻഹേൽ 1 2 3 4 5. ഹോൾഡ് 1 2 3 4 5. എക്സേൽ 1 2 3 4 5 6 7 8 9 10. Inhale 1 2 3 4 5. Hold 1 2 3 4 5. Exhale 1 2 3 4 5 6 7 8 9 10. ഉള്ളിലേക്ക് നിറച്ച് ശ്വാസം എടുക്കുക. 1 2 3 4 5. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. പുറത്തേക്ക് വിടാം. 1 2 3 4 5 6 7 8 9 10. ഉള്ളിലേക്ക് 1 2 3 4 5. ഹോൾഡ് 5 സെക്കൻഡ്. 1 2 3 4 5. എക്സേൽ 1 2 3 4 5 6 7 8 9 10. ഉള്ളിലേക്ക് 1 2 3 4 5. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. പുറത്തേക്ക് വിടാം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ചെയ്തിരിക്കുക. കണ്ണുകൾ അടഞ്ഞു തന്നെ വയ്ക്കട്ടെ, അടഞ്ഞിരുന്നോട്ടെ. നമ്മൾ ആ പ്രാണായാമം ചെയ്തു കഴിഞ്ഞു. 3 തരത്തിലുള്ള 3 ടൈപ്പ് പ്രാണായാമം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബോഡി ഫുൾ എനർജറ്റിക് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ വ്യായാമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിക്കും പോലെ. ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ രാവിലെ ചെയ്യുക. വൈകിട്ട് ഒരു 6നും 7നും ഇടയിലുള്ള സമയം, ആ സന്ധ്യാസമയത്ത്, അവിടെ ആ സമയത്താണ് നിങ്ങൾ ഫ്രീ എങ്കിൽ ആ സമയത്ത് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം 2 നേരം ചെയ്യുക. അപ്പോൾ 6 മിനിറ്റ് ഇൻറ്റു 2 12 മിനിറ്റ്. ഒരു ദിവസത്തിൽ 12 മിനിറ്റ് നേരം വരും. ക്ഷമാശീലം വർദ്ധിപ്പിക്കാൻ, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ, ബുദ്ധിശക്തി ഉണർത്താൻ, ടോട്ടൽ നമ്മളൊരു എനർജി പാക്കറ്റായിട്ട് മാറാൻ, ഒരു ദിവസത്തെ എനർജി മുഴുവനും നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കണം. പ്രായമായവരെ കൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി അവരോട് ആദരവോടുകൂടി പറഞ്ഞവരോട് മനസ്സിലാക്കിക്കണം. അവർക്ക് ആദ്യമൊന്നും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ഷമയോടുകൂടി എത്ര നേരം 6 മിനിറ്റൊന്നും ഇരിക്കാൻ പറ്റില്ല. വേണ്ടി വന്നാൽ നമുക്കിരിക്കാം, പക്ഷെ അത് ആ ഒരു ശീലം വളർത്തിയെടുക്കണം. ആദ്യത്തെ ദിവസം ചിലപ്പോൾ 3 മിനിറ്റ് ഇരുന്നുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം അത് 4 മിനിറ്റ് ആക്കുക, 5 മിനിറ്റ് ആക്കുക, അങ്ങനെ സമയം വർദ്ധിപ്പിച്ച് 6 എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 12 മിനിറ്റ് വരെ ആക്കാം. എത്ര സമയം ഇരിക്കുക, എത്ര കൂടുതൽ സമയം എടുക്കുന്നോ അത്രയും ഗുണം മാത്രമാണ് ഉണ്ടാകുക പ്രാണായാമം കൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസവും മുടങ്ങരുത്. നല്ലൊരു ഹാബിറ്റാക്കുക, ഇതൊരു ശീലമാക്കി മാറ്റുക. നിങ്ങൾക്ക് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇത് തന്നെ ചെയ്യാമല്ലോ. അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴും പറമ്പിൽ നനയ്ക്കുമ്പോഴും മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഏത് സമയത്തും ചെയ്യാം. ഫ്രീ ടൈം അങ്ങനെ ഇതിനു വേണ്ടി മാത്രം കണ്ടെത്തണമെന്നില്ല. പക്ഷേ നമ്മുടെ സാധാരണ വ്യായാമത്തിൻ്റെ കൂടെ ഇത് ഉൾപ്പെടുത്തിയാൽ സാധാരണ വ്യായാമം ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാകും. മാത്രമല്ല നമ്മുടെ ബോഡി നന്നായിട്ട് ഫ്ലെക്സിബിളാകുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ കാണിച്ചതുപോലെ എന്നോടൊപ്പം ചെയ്യുക. ആ വീഡിയോയിൽ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതിയല്ലോ. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് ചെയ്യണം. പ്രാണായാമം ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണടച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടിക്കുവാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.